ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. നാഷണൽ ആയുഷ് മിഷൻ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുൻപ് ഓൾറെഡി 2 നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/9/2025 ഏകദേശം ആപ്ലിക്കേഷൻ ക്ലോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ വീഡിയോ കണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ 2 നോട്ടിഫിക്കേഷൻസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ 4 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റുകളൊക്കെ കരാർ വ്യവസ്ഥയിലാണ് നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്നത്. ആൻഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് October 4, 2025 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷനോ കാര്യങ്ങളില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് വർക്കർ ആണ്, നേഴ്സാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ GNM നഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ്. ആൻഡ് ഏജ് ലിമിറ്റ് വരുന്നത് ഈ 4 പോസ്റ്റുകളിലും ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 40 വയസ്സ് തന്നെയാണ്. ആൻഡ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഡേറ്റിനനുസരിച്ചിട്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 23/9/2025 ആണ്. അതാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജിൻ്റെ കട്ട് ഓഫ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സാലറി വരുന്നത് 15,000 രൂപയായിരിക്കും മൾട്ടിപർപ്പസ് വർക്കറിന് വേണ്ടിയിട്ട്. ദെൻ രണ്ടാമത് വരുന്നത് അക്കൗണ്ടിങ് ക്ലർക്കാണ്. MCOM അല്ലെങ്കിൽ BCom വിത്ത് ടാലി. ടൈപ്പ് റൈറ്റിംഗ് സ്കിൽ ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 17,000 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് സാലറി ആയിട്ട് ലഭിക്കുക. എക്സ്പീരിയൻസ് പ്രിഫേർഡ് ആണ്, എസെൻഷ്യൽ അല്ല. നിങ്ങൾക്ക് നിർബന്ധമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും. ദെൻ മൂന്നാമത് വന്നിരിക്കുന്ന പോസ്റ്റ് ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് ആണ്. ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ANM വിത്ത് കമ്പ്യൂട്ടർ നോളജ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 14,700 രൂപയാണ് ഇതിൽ സാലറി വരുന്നത്. നാലാമത് വന്നിരിക്കുന്ന പോസ്റ്റ് ഫാർമസിസ്റ്റ്, ആയുർവേദ ഫാർമസിസ്റ്റ് ആണ്. ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനും സാലറി വരുന്നത് 14,700 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്ലിക്കേഷൻ ഫോം പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അപേക്ഷയോടൊപ്പം പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, അതായത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ B ബ്ലോക്ക് 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ്റെ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനും കൂടി ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ എത്തിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തപാൽ മുഖേന നിങ്ങൾക്ക് പോസ്റ്റ് വഴി ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് അവിടുത്തെ അഡ്രസ്സ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് പിൻ ചെയ്ത് വായിക്കാവുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാവുന്നതാണ്. ആൻഡ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 4/10/2025 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഇത് അതിന് മുന്നേ തന്നെ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ രീതിയിലാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് രണ്ടാമത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാദർ, ഹസ്ബൻഡ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് കൊടുക്കുക. മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും ഡേറ്റ് ഓഫ് ബർത്തും. റെസിഡൻഷ്യൽ അഡ്രസ്സും അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷനും 2 അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കണം. ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വാലിഡ് ആയിട്ടുള്ള ഇത് തന്നെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നീടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വഴിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ള നമ്പറും ഇമെയിൽ ഐഡിയും തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈ ഒരു ടേബിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത്, ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടേക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, എന്ത് റോളിലാണ് വർക്ക് ചെയ്തിരുന്നത്, എത്ര കാലങ്ങൾ വർക്ക് ചെയ്തു,
ഏത് കാലം മുതൽ മീൻസ് ഏത് വർഷം മുതൽ അല്ലെങ്കിൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, അതുപോലെ തന്നെ എത്ര വർഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇതിലേക്ക് വെക്കേണ്ടതാണ്. ആൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾ വെക്കുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ആൻഡ് ഡിക്ലറേഷനിൽ പ്ലേസും ഡേറ്റും ആൻഡ് നിങ്ങളുടെ നെയിം ആൻഡ് സിഗ്നേച്ചർ കൊടുത്ത് നിങ്ങൾക്കിത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഒരു നോട്ടിഫിക്കേഷൻ. അടുത്ത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതും കോൺട്രാക്ട് ബേസ്ഡ് ആണ്. ഇത് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ആൻഡ് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ 1 year ആയുർവേദ പഞ്ചകർമ്മ ടെക്നീഷ്യൻ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതിലേതെങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. വാക്കൻസി വന്നിട്ടുള്ളത് ഒരു വാക്കൻസിയാണ്. ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 വയസ്സാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 50 വയസ്സാണ്. നിങ്ങൾക്ക് 25/9/2025 മുന്നിൽ ഈ ഒരു ഏജ് 50 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങളൊരു റിട്ടയർഡ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 60 വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ പെർ മന്ത് പേ വരുന്നത് 14,700 രൂപയാണ് നിങ്ങൾക്ക് മാസ ശമ്പളം വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ആയുർവേദ പോസ്റ്റും വന്നിട്ടുണ്ട്. രണ്ടാമതൊരു പോസ്റ്റാണ് ഫാർമസിസ്റ്റ് ആയുർവേദ പോസ്റ്റ്. ഇത് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല, ആർക്ക് വേണോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഫാർമസിസ്റ്റ് ആണ്. ആൻഡ് ഇതിനകത്ത് വന്നിട്ടുള്ള വാക്കൻസിയും ഒരു വാക്കൻസിയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം 40 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വെച്ചിട്ടാണ് ഇവർ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് കൺസോളിഡേറ്റഡ് പേ നിങ്ങൾക്ക് ഒരു പെർ മന്ത് 14,700 രൂപയായിരിക്കും വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അവിടേക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് സബ്മിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ഡിസ്ക്രിപ്റ്റ് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്, നാഷണൽ ആയുഷ് മിഷൻ, ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ, അഞ്ചുകുന്ന് PO, മാനന്തവാടി, വയനാട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് നേരിട്ട് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ വേണോ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ അവസാന തീയതി വരുന്നത് 4/10/2025 ആണ്. ആൻഡ് നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ മാത്രമാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ നേരിട്ട് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ 4/10/2025 5 മണിക്ക് ശേഷം വരുന്ന ഒരു ആപ്ലിക്കേഷൻസും അവർ സ്വീകരിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കവറിന് പുറത്തായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫ് എന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ എന്ന് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഫാർമസിസ്റ്റ് ആയുർവേദ എന്ന് നിങ്ങൾ കവറിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ വഴി ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് കഴിയുന്നതല്ല, നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വഴി മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അഗെയിൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. വേറെ ഏത് ഫോർമാറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താലും അവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, നിങ്ങളുടെ ഏജ് പ്രൂവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ SSLC, ആധാറോ കോപ്പീസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഒറിജിനൽ കൊടുക്കരുത്. ആൻഡ് കൂടെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഓരോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വെക്കുന്നത് അതിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ വെച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെയും കോപ്പീസ് നിങ്ങൾ വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക. പിന്നീടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം നിങ്ങൾ അറിയിക്കുന്നത് ഇമെയിൽ ID ഫോൺ നമ്പറും യൂസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തെറ്റായിട്ടോ അല്ലെങ്കിൽ വാലിഡ് അല്ലാത്തതോ കൊടുക്കരുത്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഇൻ്റർവ്യൂ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റിന് വരാറ്. ഇനി 20 അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് മുൻപായിട്ട് ഒരു ചെറിയ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആൻഡ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെയാണ് വരുന്നത്. പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ പേര് എഴുതാം.
നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക, ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, നെയിം ഫാദറിൻ്റെ ഹസ്ബൻഡിൻ്റെ ഗാർഡിയൻ്റെ പേര് എഴുതുക. നേരത്തെ ആപ്ലിക്കേഷൻ ഫോം സെയിം തന്നെയാണ്. മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഏജ് ജെൻഡറിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി, മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്യുക, എക്സ്പീരിയൻസ് ഫില്ല് ചെയ്യുക, ഡിക്ലറേഷൻ ഫില്ല് ചെയ്യുക. ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും കോപ്പീസ്, നിങ്ങൾ ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കുന്നു അതിൻ്റെയൊക്കെ കോപ്പീസ്, ഇതിൽ ഏതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് വെക്കുന്നു അതിൻ്റെയൊക്കെ കോപ്പീസ്, ഇതെല്ലാം കൂടെ നിങ്ങൾ പോസ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരിട്ടോ അവിടെ എത്തിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് വയനാടേക്കും, നേരത്തെ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറത്തേക്കുമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. അങ്ങനെ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.